നെഞ്ചിലോ വയറിന് മുകൾ ഭാഗത്തോ കഴുത്തിലോ തോളിലോ താടയ്ക്കോ ഇടത് കൈക്കോ ഒക്കെ വേദന അനുഭവപ്പെട്ടാൽ അത് ഹൃദയ തകരാറ് മൂലമുള്ള വേദനയാണോ എന്ന് സംശയിക്കണം. ഹൃദയവുമായി ബന്ധപ്പെട്ട വേദന അല്ല എന്ന് ഉറപ്പുവരുത്തണം. വേദന കാര്യമായി എടുക്കാതെ ജോലികൾ ചെയ്ത് നടന്നാൽ ഹൃദയസ്തംഭനത്തിനും അതുമൂലമുള്ള പെട്ടെന്നുള്ള മരണത്തിനും കാരണമാകാം. ഇത്തരം വേദനയ്ക്ക് കാരണം ഹൃദ്രോഗത്തിൻ്റെ രോഗലക്ഷണം ആണോ അതോ മറ്റേതെങ്കിലും ഗ്യാസോ അസിഡിറ്റിയോ മൂലമുള്ള വേദനയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാവും? ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഹൃദയസ്തംഭനം ഒഴിവാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? എപ്പോഴാണ് മെഡിക്കൽ സഹായം തേടേണ്ടത്? ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ അതോ മരുന്നുകൾ മതിയോ? ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ചെയ്താൽ ഭാവിയിൽ വീണ്ടും ഹൃദയാഘാതം ഉണ്ടാകുന്നത് തടയാനാകുമോ? നമുക്കെല്ലാം ഏറ്റവും പേടിയുള്ള ഒരു പ്രശ്നമാണല്ലോ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം. അപ്പം ഹൃദയം സ്തംഭിച്ചു പോയി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കുറച്ച് ഭാഗത്തിന് വരുമ്പം വേദന വരുന്നതിനെയാണ് നമ്മൾ ആ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വന്നിട്ട് അങ്ങോട്ട് രക്തം കിട്ടാതെ വരുമ്പം ഹാർട്ടിൻ്റെ ഓക്സിജനും ന്യൂട്രീഷനും ഒക്കെ കിട്ടാതെ വരുമ്പോൾ അവിടെ വരുന്ന വേദന. അതിപ്പോൾ ഹാർട്ടിൻ്റെ വേദന നമ്മൾ പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള വേദനകളായിട്ടായിരിക്കും അറിയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു അസിഡിറ്റി വയറിൻ്റെ അപ്പർ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഷോൾഡറിൽ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഷോൾഡറിലാകാം, ചിലപ്പോൾ കഴുത്തിലാകാം, ചിലപ്പോൾ താടയ്ക്ക് നമ്മുടെ ചിന്നിന് ആയിരിക്കും വേദന തോന്നുന്നത്, അല്ലെ കഴുത്തിന്. അങ്ങനെ പല രീതിയിൽ റഫേർഡ് പെയിൻ ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റ് സൈഡ് ഓറിയൻറ്റഡോ അല്ലെ ഒരു സെൻട്രൽ ഓറിയൻറ്റഡ്, ഈവൻ ബാക്കിലും വരാം. ചിലർക്ക് ഈ സ്കാൽപ്പിൽ, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പെയിൻ തോന്നുന്നത്. പക്ഷേ ഈ പെയിനുകളൊക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും വരാം. അതായത് വയറിൽ അസിഡിറ്റി, അൾസർ അല്ലെങ്കിൽ ഗ്യാസ് കിട്ടിയാലും ഈ പ്രശ്നങ്ങൾ തോന്നും. അതുപോലെ പാൻക്രിയാസ് സംബന്ധമായ നമ്മളുടെ ഇൻസുലിനും ദഹനരസങ്ങളും ഉണ്ടാക്കുന്ന പാൻക്രിയാസ് സംബന്ധമായ രോഗമുള്ളവർക്ക് വരാം. പിന്നെ ചിലപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോണ്, അങ്ങനെയുള്ളവർക്കും ഈ പെയിനുകളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. പിന്നെ ചിലതരം ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഭാരമൊക്കെ പൊക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് മസിൽ പെയിൻ പോലെ അല്ലെ ജോയിൻറ്റിൻ്റെ ഉളുക്ക് പോലെയൊക്കെ വന്നാലും ഈ വേദനകളൊക്കെ തന്നെ വരാം. പിന്നെ ചില ന്യൂറോളജിക്കൽ പെയിൻ, പ്രത്യേകിച്ച് ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള ഈ കഴുത്തിലെ നട്ടെല്ലിൻ്റെ ഇടയിലെ ഡിസ്ക് ഉണ്ടല്ലോ, അതിന് വരുന്ന പ്രശ്നങ്ങളും ചിലപ്പം ഒരു സൈഡിൽ ഇപ്പോൾ ഇടതുവശത്തെ ഡിസ്കിനാണ് ഇടതുവശത്തേക്കുള്ള അവിടെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടത് കൈക്ക് വന്നിരിക്കും. അതും നമുക്ക് ഈ ഹാർട്ടിൻ്റെ ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. അപ്പം നമ്മളത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏറ്റവും ടെസ്റ്റുകൾക്കൊക്കെ പോകാതെ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ നമുക്ക് എല്ലാ ബേസിക് മെഡിസിൻസ് നമ്മൾ തന്നെ അത്യാവശ്യം ഒരു എമർജൻസി മെഡിസിൻ കിറ്റിൽ വേണ്ട കാര്യമാണ്. ആസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന്, അത് ഗ്യാസ്ട്രോ അസിഡിറ്റിക്കും, അത് 2 തരത്തിലുള്ള ആൻറ്റാസിഡ്സ് പോലെയുള്ള സിറപ്പും ഉണ്ട്. അത് ചിലപ്പം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് കിട്ടും. പിന്നെ ടാബ്ലറ്റ് ഉണ്ട് അസിഡിറ്റിക്ക് ഉള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ മരുന്നാണ് കഴിക്കാൻ പറ്റുന്നത്. അപ്പം വയറിൻ്റെ റോളാണോ എന്നറിയാൻ നമ്മൾ ഈ അസിഡിറ്റിക്കുള്ള മരുന്ന്, അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഫാമിലി ഡോക്ടറോ അങ്ങനെ ആരോടെങ്കിലും അത്യാവശ്യം മെഡിസിനുകൾ എന്തൊക്കെയാണ് വീട്ടിൽ വെക്കേണ്ടതെന്ന് തോന്നി മേടിച്ച് വെച്ച് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ അസിഡിറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് അതെടുത്ത് കഴിക്കാം. അപ്പോൾ ആശ്വാസം കിട്ടിയിട്ട് അസിഡിറ്റിയുടെ മരുന്ന് കഴിച്ച് ആശ്വാസം കിട്ടിയാൽ നമുക്ക് സമാധാനമായി, ഇത് ഹാർട്ടിൻ്റെ അല്ല. പക്ഷെ അത് വെച്ചിട്ടും കഴിച്ചിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ടിന് നേരത്തെ രോഗങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ്, അതൊക്കെ കുറച്ചും കൂടെ അറിയാമല്ലോ ഹാർട്ടിൻ്റെ ആണോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിനും പ്രഷറിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇതൊക്കെയാണല്ലോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന രോഗങ്ങൾ. അമിതവണ്ണമുള്ളവർ, പ്രഷറിന്, കൊളസ്ട്രോളിനും ഷുഗറിന് വേണ്ടിയിട്ടൊക്കെ മരുന്ന് കഴിക്കുന്നവർ, പിന്നെ ഫാറ്റി ലിവർ ഉള്ളവർ, ഇവർക്കൊക്കെ നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളിപ്പോഴും കരുതി വയ്ക്കണം. ഈ സോർബിട്രേറ്റ് എന്നും പറഞ്ഞ് നമ്മൾ ഡൈനൈട്രേറ്റ് എന്ന് പറയും, അത് നമ്മൾ നാക്കിനിടയിൽ നിന്ന് ഗുളികയെന്നാണ് എല്ലാ ഹാർട്ട് പേഷ്യൻസിനും അറിയായിരിക്കും. അത് നമ്മളെപ്പോഴും കരുതി വയ്ക്കണം. നമുക്കൊരു എമർജൻസി പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഹാർട്ടിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ലൈഫ് സേവിങ് മെഡിസിനാണത്. അത് നാക്കിനടിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വേദന മാറുന്നുണ്ടെങ്കിൽ അതും ഹാർട്ടിൻ്റെയാണ്. അതേ സമയത്ത് അത് കഴിച്ചിട്ടും ഒരു പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല, അവിടെ എന്തോ പെയിൻ പോലെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തത് ഹാർട്ടിൻ്റെ വേദന. എന്നിട്ട് നമ്മൾ റെസ്റ്റും കൂടി എടുത്ത് നോക്കണം.
പിന്നെ ഈ ഹാർട്ടിൻ്റെ വേദന അല്ലാത്തവർ നമ്മൾ ഈ ഐസോസോബൈനൈട്രേറ്റ് ഈ നാക്കിനടിയിലിരുന്ന് ഗുളിക എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം തലവേദന വരാം, ക്ഷീണം വരാം, ബി പി കുറയുന്ന പോലെയൊക്കെ ബി പി കുറയും, അതുപോലെ ഒരു ടയർഡ്നെസ് ഒക്കെ തോന്നും. അങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളുടെ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടല്ല സാധാരണ നിലയിൽ എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു സീരിയസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ കാണിക്കണം. ഒരു ഇ സി ജിക്ക് സൗകര്യമുണ്ട്. ഇപ്പം നമ്മൾ പ്രൈമറി ചെയ്യുന്ന ടെസ്റ്റ് ഇ സി ജിയാണ്. പക്ഷേ ഇ സി ജിയിലെല്ലാം തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സിംറ്റംസും ഉണ്ട്. ഇ സി ജി നോർമൽ ആണെങ്കിലും 2 തരം ഹാർട്ട് അറ്റാക്ക് വരാം. ഒന്ന് സ്റ്റെമി, നോൺ സ്റ്റെമി. അതായത് എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ MI, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതാണ് സ്റ്റെമി. നോൺ എസ് ടി സെഗ്മെൻറ്റ് എലിവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാക്ഷന് നോൺ സ്റ്റെമി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതാണോ അങ്ങനെ എന്തെങ്കിലും ആണോ, നോൺ സ്റ്റെമി ആണോ എന്നറിയാൻ ട്രൊപ്പോണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിൽ 2 തരമുണ്ട്, ടിയും ഉണ്ട്, ഐയും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കി, ഇപ്പം ഈ മിക്കവാറും ഇപ്പോൾ ഒക്കെ ഉള്ള എല്ലാ ഹോസ്പിറ്റലിലും ഇമ്മീഡിയറ്റ്ലി തന്നെ ECG നോക്കാം, ഇമ്മീഡിയറ്റ്ലി തന്നെ ബ്ലഡും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ½ ആൻ അവർ തന്നെ നമുക്കറിയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് നെഞ്ചുവേദന ഒന്നും ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ, വേദനയും മാറി ഹാർട്ട് അറ്റാക്ക് ഒഴിവാകുന്നവരെ നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ശ്വാസം നീട്ടി വിടുകയും എടുക്കുകയും ചെയ്യാം. അപ്പോൾ ശ്വാസം നീട്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഓക്സിജൻ കൂടുതൽ കിട്ടും. അപ്പം ഹാർട്ടിൽ പമ്പിങ് കൂടും. അപ്പം ഓക്സിജനും കൂടുതലുണ്ടാകും. അവിടെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണെങ്കിൽ തന്നെ ശ്വാസം നീട്ടിയെടുക്കുക, രക്തക്കുഴൽ റെസ്റ്റ് എടുക്കുക. ഇത് രണ്ടും ചെയ്ത് അടുത്ത ജോലിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ സെൽഫായിട്ട് ആൻറ്റാസിഡൊക്കെ കഴിച്ച് മാറിയോ കുഴപ്പമില്ല. പക്ഷെ മാറിയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു വയ്യാഴി, അതായത് ഇതിൻ്റെ കൂടെ നമുക്ക് വേർക്കുക അങ്ങനത്തെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഈ ECG നോക്കണം, ട്രൊപ്പോണിൻ ടെസ്റ്റ് നോക്കണം. അത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്താൽ അറിയാവുന്ന. പിന്നെയുള്ളത് അതായത് അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്നറിയാനുള്ളതാണ് ഈ ECG ട്രൊപ്പോണിൻ ടെസ്റ്റ്. പിന്നെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാനുള്ളതാണ് ഈ ട്രൊപ്പോണിൻ ഐ എന്നുള്ള ടെസ്റ്റ്. ശരിക്കും അറ്റാക്ക് വരാൻ സാധ്യതയുള്ളവർക്ക്, അറ്റാക്ക് ആവണമെന്നില്ല, പക്ഷെ അവിടെ ഒരു രക്തക്കുഴലുകൾ അടഞ്ഞിട്ടുണ്ട്, ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ട്രൊപ്പോണിൻ പോസിറ്റീവ് ആകുന്നത്. പിന്നെ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ടൊരു HSCRP എന്നുള്ള ഒരു കാർഡിയാക് മാർക്കറാണ് നമ്മൾ നോക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കാർഡിയാക് മാർക്കേഴ്സിൽ പെടുന്നതാണ് ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നത്. കൊഴുപ്പടിഞ്ഞിട്ടാണല്ലോ, രക്തക്കുഴലുകൾക്ക് ബ്ലോക്കായിട്ടാണല്ലോ ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഈ അഞ്ചേന തന്നെ നമ്മൾ എക്സസൈസ് അഞ്ചേനയുണ്ട്. അതാണ് ഈ രക്തക്കുഴലുകൾ ഗ്രാജുവലായിട്ട് അടഞ്ഞു വരുന്നതിനാണ്. നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് കയറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരു നെഞ്ചുവേദന വരും. റെസ്റ്റ് എടുത്തു കഴിയുമ്പം അത് മാറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ തുടങ്ങും, വീണ്ടും വന്നിക്കും. അപ്പോൾ അതിനൊരു എക്സസൈസ് ടോളറൻസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ സ്ട്രെസ് മിൽ ടെസ്റ്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന അതാണ്. അതായത് നമ്മൾ കുറച്ച് ജോലി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഹാർട്ടിന് അതിനു വേണ്ട രക്തം, ആ ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള രക്തയോട്ടം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ അറ്റാക്കായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ രക്തക്കുഴലിലൊക്കെ ബ്ലോക്കും ഇതുമൊക്കെ ഉണ്ടല്ലോ, അത് ഒന്നെങ്കിൽ അവിടെ ഒരു പൊട്ടൽ, ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊഴുപ്പടിഞ്ഞിരിക്കുക, ഈ കൊഴുപ്പ് അവിടെ നിന്ന് പൊട്ടുകയോ ലീക്ക് ചെയ്യുകയോ ചെയ്യുക, അവിടെ രക്തം കട്ട പിടിച്ച് അവിടെ അടയും. അങ്ങനെ അടഞ്ഞ് അവിടെ ആ ഭാഗത്തിന് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നത്. മറ്റത് നമുക്ക് എക്സസൈസ് വരുമ്പം കൂടുതലും ഇതുള്ളത്. അതിനാണ് നമ്മൾ രക്തക്കുഴലുകൾ, നമ്മൾ ഈ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ രക്തക്കുഴലിൽ അടവുണ്ടോ എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇൻഫാക്ഷൻ, മറ്റേതാണെങ്കിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻഫാക്ഷൻ വരണം. അതായത് അടഞ്ഞ് അതിന് ഭാഗമുള്ള മസിലിന് ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ക്ലോട്ട് എന്തെങ്കിലും ഉണ്ടായി ഹാർട്ടിനകത്തോ, അല്ല ഈവൻ സ്റ്റെൻറ്റിൽ തന്നെ, നമുക്ക് സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്ന ആൾക്കാർ സ്റ്റെൻറ്റിൽ തന്നെ ക്ലോട്ട് വരാം. അപ്പം അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ക്ലോട്ട് വന്നിട്ടുള്ള, അതായത് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോട്ട് ലൈസിസിനുള്ള മരുന്നുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോട്ട് തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുക.
അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ബേസിക്കലി ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ ലോങ് ടേം ഇതിനുള്ള അതായത് ഈ അടഞ്ഞിരിക്കുന്ന കൊഴുപ്പ് വെച്ച് അടഞ്ഞിരിക്കുന്ന അവിടത്തിനെ ഒന്ന് വിടർത്തുക മാത്രമാണ് നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒക്കെ പല ഹോസ്പിറ്റൽസും പ്രത്യേകിച്ച് എല്ലായിടത്തും കാർഡിയാക് യൂണിറ്റ് ഉണ്ടല്ലോ. ഈ കാത്ത് ലാബും കാർഡിയാക് യൂണിറ്റും ഉള്ളപ്പം ഒരു പേഷ്യൻ്റ് നെഞ്ചുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ആൻജിയോഗ്രാം ചെയ്യുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് സൈഡ് എഫക്റ്റ് വരാം. അതിൻ്റെ പലതരം കോംപ്ലിക്കേഷൻ, ഈവൻ നമുക്ക് ഒരു ഡെത്തിൻ്റെ തന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അക്യൂട്ട് സ്റ്റേബിൾ അല്ലല്ലോ, ഓൾറെഡി പെയിനും അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഒട്ടും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റസുഖങ്ങളും കാണും. ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്ക് മറ്റ് രോഗങ്ങളുണ്ടാകും. ഡയബറ്റീസ് ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അതുപോലെ കിഡ്നി പ്രശ്നങ്ങളുണ്ടാകാം. പലപ്പോഴും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒബേസിറ്റിയും ഉള്ളവർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ചിലപ്പോൾ കിഡ്നി അഫക്റ്റഡ് ആകാം. അപ്പോൾ ഈ ആൻജിയോഗ്രാഫ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യേണ്ട, ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആൻജിയോഗ്രാമിനാണെങ്കിലും ആൻജിയോപ്ലാസ്റ്റിക്കാണെങ്കിലും. അപ്പം ഈ പലപ്പോഴും ആൻജിയോഗ്രാം ചെയ്ത് പിന്നെ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് വീണ്ടും ചെയ്യാതിരിക്കാനായിട്ടും ഡോക്ടേഴ്സ് എപ്പോഴും ചിലപ്പോൾ ആൻജിയോഗ്രാമിൻ്റെ കൂടെ ആൻജിയോപ്ലാസ്റ്റിയും കൂടെ ചെയ്യും. കാരണം അല്ലെങ്കിൽ വീണ്ടും രണ്ടാമതൊരു സിറ്റിങ്ങും കൂടെ വരുമല്ലോ. അപ്പോൾ കോസ്റ്റ് കൂടും, അനസ്തീസിയും മറ്റേ തിയേറ്ററും എല്ലാത്തിൻ്റെയും കൂടുന്നുണ്ട്. ആ രീതിയിലും ചെയ്യും. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നെടുത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ളത്, രക്തം ക്ലോട്ട് ഉണ്ടെങ്കിൽ അത് അലിയിപ്പിക്കാനായിട്ട്, ഇനി കട്ട പിടിക്കാതെ, കാരണം അവിടെ ഒരു രക്തക്കുഴലിലെ ഉള്ളിലെ ഈ കൊഴുപ്പടിഞ്ഞിരിക്കുന്നതിൽ എന്തോ വിള്ളലോ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അറ്റാക്ക് വരാൻ, അത് അവിടെ ക്ലോട്ട് അടിഞ്ഞാണ് അറ്റാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും അതിലൊക്കെ കൂടുതൽ വരാതിരിക്കാനായിട്ട്, ക്ലോട്ട് അലിയാനുള്ളതും ഇനി വരാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കുക, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് മെഷറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി പോലും നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന അന്നേരം ഒന്ന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനിപ്പോൾ റിസ്ക് ഉണ്ട്. പിന്നെ റിപ്പീറ്റ് അറ്റാക്ക്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ കാണിക്കുന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ഇനിയും റിപ്പീറ്റ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയിൽ ഒട്ടും കുറയുന്നില്ല. അതായത് മരുന്നുകൾ കഴിച്ച ആൾക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആൾക്കും ബൈപ്പാസ് ചെയ്ത ആൾക്കും ഒക്കെ വീണ്ടും വരാനുള്ള സാധ്യത ഈക്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത്, ഇപ്പം നമുക്ക് വീണ്ടും ഉണ്ടല്ലോ, ഇത് ബേസിക്കലി ഇതെല്ലാം ലൈഫ് ഡിസീസാണല്ലോ. അപ്പം മെഡിസിൻസ് എടുത്ത് സ്റ്റേബിൾ ആകാൻ നോക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് ലൈനായിട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇപ്പം ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കാൽസിഫിക്കേഷൻ വരുമോ, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്ന ചില ഇങ്ങനെ ബ്രാഞ്ചിങ് സ്ഥലം, അതായത് രക്തക്കുഴലുകൾ ബ്രാഞ്ച് ചെയ്യുമല്ലോ, ഡിവൈഡ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അപ്പോൾ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റൽ പീസ് വെച്ചിട്ട് നമ്മൾ രക്തക്കുഴൽ, നമ്മളിപ്പം ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നമ്മുടെ റേഡിയൽ ആർട്ടറി, അതിലേക്കൂടെ ഒരു കത്തീറ്റർ കടത്തി അതിൻ്റെ കത്തീറ്റർ ഹാർട്ടിൽ ചെന്ന് അതിൻ്റെ അയോർട്ടയുടെ ബേസിൽ പോയി കൊറോണറി ആർട്ടറിയുടെ ബേസിലേക്ക് കയറി കൊറോണറി ആർട്ടറിക്കകത്ത് പോയി ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റേ എടുത്ത് അവിടെ എന്തൊക്കെയുണ്ട്, ബ്ലോക്കൊക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് കുറേ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്ക് എന്താണേലും ഈ ആത്രോസ്ക്ലീറോസിസ് കാണും, അതായത് രക്തക്കുഴലിനടുത്തൊക്കെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കത്തീറ്റർ പോകുന്ന വഴിയാണേലും ഇതിലെവിടെയെങ്കിലും ഒക്കെ രക്തക്കുഴലുകൾക്കും ഒക്കെ ഡാമേജ് വരിക, അല്ലെങ്കിൽ ഈ പ്ലാക്കിന് എന്തെങ്കിലും വരികയോ അവിടെയും രക്തം കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാം എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഈ കാൽസിഫൈഡ്, അതായത് ഈ രക്തക്കുഴലുകൾ ഇങ്ങനെ ഇൻഫ്ലമേഷൻ വന്ന് കാൽസിഫൈഡ് ആയിട്ടിരിക്കുന്നവർക്കും സ്റ്റെൻറ്റ് ഇടാനും പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് യൂഷ്വലി ബൈപ്പാസ് പറയുന്നത്. അപ്പം ബൈപ്പാസ് ചെയ്താലും, ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ സർജറിയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ഈ ഫ്രണ്ട് ബോൺ തന്നെ ഓപ്പൺ ചെയ്ത് നമ്മുടെ തൊറാസിക്, ഈ വാരിയലുകളും എല്ലാം ഉള്ള തൊറാസിക് കേജ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ അതൊരു മേജർ ബോണാണ്. അത് നമ്മൾ ശരിക്കും ഈ ടൈലൊക്കെ ഒരു സ്ട്രോങ് ആയ കട്ടർ വെച്ചിട്ട്, ഇലക്ട്രിക് കട്ടർ വെച്ച് കട്ട് ചെയ്ത് വേണം നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് പിന്നെ ഹാർട്ടിന് പുറമേ ഒരു പെരിക്കാർഡിയം, അതും ഓപ്പൺ ചെയ്ത് പിന്നെ നമ്മൾ കാലിൽ നിന്നോ അല്ലെങ്കിൽ കാലിൽ നിന്നുള്ള രക്തക്കുഴലുകൾ എടുത്താണ്
നമ്മൾ അയോട്ടയായിട്ട് ബന്ധിപ്പിച്ച് അതിൻ്റെ ഈ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് കഴിഞ്ഞ് അവിടെ ആയിരിക്കുന്ന ശരിക്കും ബ്ലോക്കായിരിക്കുന്ന ഇതാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഓൾറെഡി രക്തക്കൊള്ളികൾ ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഈ ഇപ്പം എക്കോയിലൊക്കെ ആണെങ്കിൽ മസിൽ ഓൾറെഡി ഡാമേജ്ഡ് ആണ്, അവിടെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനും പറ്റില്ല. കാരണം ഇമ്മീഡിയറ്റ്ലി ഉള്ളതും ഓൾഡ് നേരത്തെ വന്നിരിക്കുന്ന അറ്റാക്കുകൾക്കൊന്നും നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് നമുക്ക് അതിനൊക്കെ, അതായത് ഈ ബൈപ്പാസിനാണേലും സ്റ്റെൻറ്റ് ഇടുന്നതിനാണേലും ഒത്തിരി ലിമിറ്റേഷൻസും ഉണ്ട്, ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആയിരിക്കും. അവരുടെ അനസ്തീസിയയുടെ റിസ്ക്കും ഓപ്പറേഷൻ്റെ റിസ്ക്കും ഈവൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് വരാനും വൂണ്ട് ഹീലിങ്ങും, കാരണം ഇതൊക്കെ മേജർ ഇതാണല്ലോ, ഓപ്പറേഷൻ ആണല്ലോ. അപ്പം മേജർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിലാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോലും യൂസ് ചെയ്യുന്നത് സ്റ്റീൽ വയേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റീൽ വയറിനെ കൊണ്ട് ഫ്യൂച്ചറിലും അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാം പേടിപ്പിക്കാനില്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതെല്ലാം ചെയ്താലും, അതായത് ബൈപ്പാസ് ചെയ്താലും സ്റ്റെൻറ്റ് ഇട്ടാലും ഇവർക്കൊക്കെ വീണ്ടും മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കേണ്ടേയും വരും. അപ്പം ബേസിക്കലി ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ജീവിതശൈലി മാത്രം വെച്ച് കറക്റ്റ് ചെയ്യാവുന്ന, അതായത് അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ജീവിതശൈലി വെച്ച് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എല്ലാവർക്കും. അപ്പം ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ ബൈപ്പാസോ ഒക്കെ ചെയ്യാൻ ഒക്കെ ഇൻഷുറൻസ് 100% നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു എന്തായാലും പൈസ പോലും ഉണ്ടാക്കേണ്ട കാര്യമില്ല, അപ്പം ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണല്ലോ, അപ്പം തന്നെ അതിലങ്ങ് പിന്നെ ഉടനെ തന്നെ തീരുമാനം എടുക്കുകയാണ്. ഇപ്പം ഹോസ്പിറ്റൽസ് ആണെങ്കിലും പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് വറീഡും ഇതും വരുന്നില്ലല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. നമുക്കൊരു തിങ്കിങ്ങിന് പോലുള്ളൊരു ചാൻസ് കിട്ടിയെന്നിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിനും ഒക്കെ സൈഡ് എഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ അറ്റാക്ക് വരാനും കൂടുതൽ ബ്ലോക്കുകൾ വരാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ അത് ചെയ്തു എന്നും പറഞ്ഞ് ഇനിയും വരാതിരിക്കണമെന്നില്ല. അപ്പം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 1 ഇയർ വരെ കൃത്യമായിട്ട് തന്നെ മരുന്ന് കഴിക്കണം. ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റെൻറ്റിൽ തന്നെ ക്ലോട്ട് വന്നിട്ട് അടുത്ത അറ്റാക്കോ ഈവൻ സ്ട്രോക്ക്, അതിൽ നിന്ന് ആ ക്ലോട്ട് പോയി ബ്രെയിനിലേക്കൊക്കെ പോയി സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ടെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ ഹൃദയസ്തംഭനവും വെച്ച് മരിക്കാതെ ഇരിക്കാനുള്ള ഒരു സഡൻ ഡെത്ത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ അൺടൈംലി ഡെത്ത്, ഇപ്പം നമ്മൾ 70 വയസ്സോ 80 വയസ്സോ അല്ല പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക്, കാരണം നമ്മളുടെ എല്ലാത്തിൻ്റെയും ബോഡിയിൽ എക്സ്പയറി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിക്കാം. അതിൽ നമുക്കൊന്നും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റിയെന്നിരിക്കുകയില്ല. പക്ഷെ നമ്മൾ അൺടൈംലി ആയിട്ട് 40-ആം വയസ്സിലും 50-ആം വയസ്സിലും 60-ആം വയസ്സിലും യൂഷ്വലി നമുക്ക് അപ് ടു ഒരു 100 ഇയേഴ്സ് വരെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഓപ്പറേഷൻ വഴി ഇപ്പം 70-ആം വയസ്സിൽ നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഒന്നുമല്ല നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ ഏർലി ഡയഗ്നോസിസ്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഹാർട്ടിൽ രക്തക്കുഴലിലൊക്കെ ബ്ലഡൊക്കെ കൊഴുപ്പൊക്കെ അടിഞ്ഞ് ബ്ലോക്ക് ആകുന്ന ഒരു ദിവസം കൊണ്ടൊന്നുമല്ല. ആദ്യം ഓവർ വെയിറ്റ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ബ്ലഡിൽ കൂടുമായിരിക്കും ചെയ്യുന്നത്, BP ഉണ്ടാവും, ഡയബറ്റീസ് ഉണ്ടാകും. ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഇത് വരാറുള്ളത്. ഇനി ഒന്നുമില്ലാതെ വന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഈവൻ ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് പോലും കൊളസ്ട്രോളും BP ഒക്കെ ഡയബറ്റീസും ഒക്കെ വരികയാണ്. അതുകൊണ്ട് നമ്മൾ പീരിയോഡിക്കലായിട്ട് എല്ലാ ഇയറിലും തന്നെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് പിന്നെ വെയിറ്റ് നോക്കാൻ നമുക്ക് വേറെ എങ്ങും പോകാൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വെയിങ് മെഷീൻ എല്ലാവരുടെയും വീട്ടിലുണ്ടാവണം, BP പാറ്റസ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവണം. പിന്നെ ഇപ്പോൾ ഒരു നമുക്കിങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാവരുടെയും വീട്ടിലും, പേരൻസിനും മക്കൾക്ക് പ്രായം കുറവാണെങ്കിലും പേരൻസിനും പ്രായം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ എമർജൻസി മെഡിസിൻസ്, ഇപ്പോൾ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ വേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൻറ്റാസിഡ്സ്,
സോബിട്രേറ്റ് ഇത്തരം മെഡിസിൻസ് ഉണ്ടാവണം. നമ്മൾ തന്നെ അത്യാവശ്യം മരുന്നുകളെക്കുറിച്ചും ടെസ്റ്റുകളെക്കുറിച്ചും ബോധവാന്മാരുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്ത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ബേസിക്കലി ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം. നമ്മൾ ഉഴപ്പരാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈലൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് രോഗം വരും. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലരുണ്ട് വെരി ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറയും, ജിമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അറ്റാക്ക് വന്നു ഇങ്ങനെയൊക്കെ പറയും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ആ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അവരുടെ ബോഡി അല്ലെങ്കിൽ അവർക്ക് അത് ടെസ്റ്റ് ചെയ്യുകയോ കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കാർഡിയാക് മാർക്കേഴ്സ് ഉണ്ട്, അതുപോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ ബേസിക്കലി ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ബേസിക്കലി ജീവിതശൈലി വെച്ച് കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പം നമ്മൾ തന്നെയാണ് അതിനകത്ത് ഹീലർ. യു ആർ ദ ഹീലർ. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്നത് മരുന്ന് തരാൻ പറ്റും, സ്റ്റെൻറ്റ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഡോക്ടേഴ്സിനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മരുന്നിൻ്റെയോ സ്റ്റെൻറ്റിൻ്റെയോ ഓപ്പറേഷൻ്റെയോ ഒന്നും കുറവുകൊണ്ടല്ല നമുക്ക് ഈ അസുഖം വരുന്നത്. നമുക്ക് അസുഖം വന്നിരിക്കുന്നത് ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ചിലർ പറയും, എൻ്റെ വീട്ടിൽ തന്നെ ഫാമിലി തന്നെ പലർക്കും ഉണ്ട്, അപ്പോൾ ഇതിപ്പോൾ ഫാമിലിയിലുള്ളത് അതുകൊണ്ട് ജീവിതശൈലി ഒന്നും നോക്കിയിട്ട് കാര്യമില്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഫാമിലിയിൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ മോർ ആക്റ്റീവായിട്ട് ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. അപ്പം തന്നെ അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പർലി ടെസ്റ്റുകൾ നോക്കി അതിനൊരു ക്ലിനിക്കൽ സപ്പോർട്ടോടു കൂടി ജീവിതശൈലി ക്രമീകരിച്ച് നമുക്ക് അറിയാനും പറ്റും. എല്ലാം ഹാർട്ടിൻ്റെ പെട്ടെന്നല്ലല്ലോ വരുന്നത്. നമുക്ക് കാർഡിയാക് മാർക്കേഴ്സ് നോർമലാക്കി നിർത്തണം, ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ നോർമലാവണം, പിന്നെ HSCRP നോക്കണം, ട്രോപ്പോണിൻ നോർമലായിരിക്കണം, പിന്നെ ഓവർ വെയിറ്റ് ഉണ്ടാകരുത്, കൊഴുപ്പ് ശരീരത്തിൽ കൂടുതലുണ്ടോയെന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കറക്റ്റാണെങ്കിൽ, ബോഡി പാരാമീറ്റേഴ്സും ബ്ലഡ് പാരാമീറ്റേഴ്സും കറക്റ്റാണെങ്കിൽ നമുക്ക് സാധാരണ നിലയിൽ അറ്റാക്കൊന്നും വരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ പോലും നമ്മുടെ ബോഡി കറക്റ്റാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റാണ്, നമ്മുടെ മെറ്റബോളിസം കറക്റ്റാണെങ്കിൽ ഒരു അങ്ങനെ അൺടൈംലി ആയിട്ട് ഒരു അറ്റാക്ക് വരികയോ മരിക്കേണ്ടത്, അറ്റാക്ക് വന്നിട്ട് നമ്മൾ കെയർ എടുക്കാതെയും കൂടെ വരുമ്പോഴേക്കും ഈ നമ്മളുടെ പേസ് മേക്കർ, ഹാർട്ടിന് പേസ് മേക്കർ ഉണ്ടല്ലോ, ആ ഭാഗത്തോ അല്ലെങ്കിൽ മേജർ കുറേ ഭാഗം വലിയ രക്തക്കുഴലിൽ വരുമ്പോഴാണ് ഹൃദയസ്തംഭനത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഹൃദയസ്തംഭനം വരുന്നത് ഹോസ്പിറ്റലിനകത്തൊക്കെ വെച്ചാണെങ്കിൽ ഇമ്മീഡിയറ്റ് റിവേഴ്സലൊക്കെ ചെയ്ത് നമ്മൾ ഡീഫിബ്രിലേറ്ററൊക്കെ വെച്ച് നമുക്ക് ഇത് ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ CPR ഒക്കെ കൊടുത്തും ചിലപ്പോൾ അങ്ങനെയുള്ളൊക്കെ ആളൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പിന്നെ റിവൈവ് ചെയ്താൽ പോലും നമ്മുടെ ബ്രെയിനിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ വന്നിരിക്കും. അപ്പം ബ്രെയിൻ ഡെത്തായി പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഹാർട്ടിനെ റിവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ചൊരു നോർമൽ ലൈഫിലേക്ക് ആ കോൺഷ്യസ്നെസ് നമുക്ക് അവയർനെസ്സും അത്തരം പ്രോബ്ലംസിലേക്കും കൂടെ പോകാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് നമ്മളുടെ എയിം ചെയ്യേണ്ടത് നമ്മൾ ഒരു കാരണവശാലും ഒരു കാർഡിയക് അറസ്റ്റിലേക്ക് പോകരുത്. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് വന്ന് അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഈ കാര്യങ്ങൾ ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റാക്കി വയ്ക്കുക, ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റാക്കി വയ്ക്കുക, ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സും രക്തക്കൊഴലുകളും എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിച്ച് നിർത്തിയാൽ മാത്രം മതിയാവും. അപ്പോൾ അത് സെൽഫ് ചെയ്യാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ രോഗങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹൃദ്രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഒപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് തുടങ്ങിയ ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന ഹൃദ്രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ
വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ എടുത്തിട്ട് വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റി ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിലെത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഈ ഹാർട്ട് പേഷ്യൻസിന് എന്ത് ബെനിഫിറ്റാണ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പല രീതിയിലുള്ള ഹാർട്ട് പേഷ്യൻസിനെ കാണാറുണ്ട്. ഓൾറെഡി പ്രത്യേകിച്ച് TMT മാത്രം പോസിറ്റീവായി ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഇതിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടാകും.
പിന്നെ ആൻജിയോഗ്രാം ചെയ്തു. അപ്പം സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ പേഷ്യൻ്റ്. പിന്നെ ഓൾറെഡി ബൈപ്പാസും ആൻജിയോഗ്രാമും ഒക്കെ പല പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും പ്രോബ്ലംസ് വന്ന് ഇനി ഒന്നും ചെയ്യാനില്ല. അതേ സമയത്ത് നല്ല ഒന്നും ചെറുതായിട്ട് നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ വരുന്നു, ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ, ഇവനൊന്ന് കുളിക്കാൻ പോലും മേലാത്ത ആ നിലയിലിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ പല രീതിയിലുള്ള രോഗികളെയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പം ഞാനൊരു ഒരു പേഷ്യൻ്റ് തന്നെ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പം ഇദ്ദേഹം 65 വയസ്സുള്ള മെയിലാണ്. 2006 ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4 ഗ്രാഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും റിപ്പീറ്റഡ് ബ്ലോക്ക് ഉണ്ടായി, ആൻജിയോഗ്രാം ചെയ്തു. 2011-ലും 2020-ലും വീണ്ടും സ്റ്റെൻറ്റ് ഇടാൻ നോക്കി, സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇതിൻ്റെ കൂടെ തന്നെ ഡയബറ്റിസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പിന്നെ ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വയറിനും പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നാണ്. അപ്പം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബൈപ്പാസും ചെയ്യാൻ പറ്റില്ല, സ്റ്റെൻറ്റും ഇടാൻ പറ്റില്ല, പക്ഷെ അസ്വസ്ഥതകൾ നിൽക്കുകയാണ്. അപ്പം ഇദ്ദേഹം കുറേ അധികം മരുന്നുകളും കഴിക്കുന്നുണ്ട്. അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് തന്നെ റെനോയേഴ്സഡ്, നിക്കോസ്റ്റാർ, ഫ്ലവഡോൺ, ഇതൊക്കെ അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന 3 തരം ഗുളികയുണ്ട്. പിന്നെ ബ്ലഡ് തിന്നേഴ്സ് ഉണ്ട്, ക്ലോപ്പിലെറ്റ് ഉണ്ട്, അതുപോലെ എക്കോസ്പിരിൻ ഉണ്ട്. അപ്പോൾ ഈ ക്ലോപ്പിലെറ്റും എക്കോസ്പിരിനും ഈ മരുന്നുകളെല്ലാം കഴിക്കില്ല, അതുകൊണ്ടും കൂടെ ആയിരിക്കണം ഇദ്ദേഹത്തിന് ഇത്രയും അസ്വസ്ഥതകൾ വരുന്നത്. പിന്നെ BP വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, റിനോസ്റ്റാർ ഉണ്ട്. പിന്നെ ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള അറ്റോസ്റ്റാറ്റിൻ 40 മില്ലിഗ്രാം വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ യൂറിമാക്സ് കഴിക്കുന്നുണ്ട്, അത് ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് സ്റ്റാംസിലോസിൻ 2 തരം ഗുളികകൾ കൂടിയ മരുന്നാണ്, ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടി കഴിക്കുന്നുണ്ട്, മൂത്രതടസ്സത്തിന്. പിന്നെ വേറെ ഒരു മരുന്നും കൂടെ ഉണ്ട് അഞ്ജനയ്ക്കായിട്ട്, ഇവാബിഡ്. പിന്നെ ഒരു മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. രാവിലെ 20, ഉച്ചയ്ക്ക് 12, രാത്രി 20, 3 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇദ്ദേഹം ഇവിടെ വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസ് അത്ര കൺട്രോളിലല്ല, ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടുതലാണ്. ഇതൊക്കെ ആണെങ്കിലും കൊളസ്ട്രോൾ കൺട്രോൾഡാണ്, ഹൈ ഡോസ് ഇതെടുക്കുന്നുണ്ട്. അപ്പം അത് കൊളസ്ട്രോൾ കൂടുതലാണ്, കൺട്രോളാണെങ്കിലും ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, GFR കുറഞ്ഞു, 70 ഉള്ളൂ. അതുപോലെ സോഡിയം കുറഞ്ഞു പോകുന്നു. പല പേഷ്യൻസും ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർക്ക് കാണുന്ന ഒരു പ്രത്യേകതയാണ് സോഡിയം കുറഞ്ഞു പോകുന്നു. അത് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സോഡിയം വളരെ അത്യാവശ്യമുള്ള, ഹാർട്ടിൻ്റെ ഫങ്ഷനും അത്യാവശ്യമുള്ളതാണ്, അത് കുറഞ്ഞു പോകുന്നത് നല്ലതല്ല. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ. അപ്പം ഇനിയിപ്പം വേറൊന്നും ചെയ്യാനുമില്ല, ഇപ്പം ബൈപ്പാസും ഒന്നും പറ്റുകയില്ല. അപ്പോൾ നമ്മളിതിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ കൂടുതലേ ഉള്ളൂ, കുറവില്ല. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് C-പെപ്റ്റൈഡും നോക്കിയിട്ടുണ്ട്, C-പെപ്റ്റൈഡും ഉണ്ട്, 4.8 ഉണ്ട്. അപ്പം ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അപ്പം ഡയബറ്റീസിൻ്റെ എല്ലാ മരുന്നുകളും നിർത്താം. അപ്പം ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ മരുന്നുകൾ നമ്മൾ ഒരു ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ നിർത്തിയാലും ഡയബറ്റീസ് കൺട്രോൾഡായി. 8th ഡേ വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് 6.7 ഉണ്ടായിരുന്നുള്ളൂ, റീസണബിളി ഡയബറ്റീസ് കൺട്രോൾഡ് ആയിരുന്നു. അപ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തിയിട്ട് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി 8ാമത്തെ ദിവസം വരുമ്പം വീണ്ടും HbA1c കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. HbA1c 6ലേക്ക് വന്നു, മരുന്നില്ലാതെയാണെന്ന് ഓർക്കണം. അപ്പോഴേക്കും തന്നെ 8ാം ദിവസം ആയപ്പോഴേക്കും തന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറച്ചിട്ടുണ്ട്, 20 എന്നുള്ളത് 40 എന്നുള്ളത് 20 ആക്കി. ഈവൻ യൂറിമാക്സ് തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാൻ പറഞ്ഞു, അദ്ദേഹം തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കിയിട്ടും കുഴപ്പമില്ലാത്തതുകൊണ്ട് 3 ദിവസം കഴിയുമ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ എല്ലാ മരുന്നുകളും തന്നെ ഒത്തിരി മരുന്നുകളുടെ എണ്ണം ഒത്തിരി കുറച്ചുകൊണ്ട് വരാൻ പറ്റി. പിന്നെ അന്ന് വരുമ്പോഴേക്കും ഒരു 15th ഡേ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഫ്ലാവിഡോൺ അങ്ങനത്തെ, പിന്നെ എല്ലാം ഇതും കൂടെ കഴിഞ്ഞ് 1 മന്തോടുകൂടി എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്നു. 1 മന്തിൻ്റെ റിവ്യൂവിന് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ 30 ഡേയ്സിൻ്റെ റിവ്യൂ വന്നപ്പോഴേക്കും HbA1c 5.8 ആയി, മരുന്നുകളെല്ലാം തീർന്നു.
അതാണ്. അപ്പം ആൾക്ക് 8th ഡേ വന്നപ്പോഴേക്കും ഭയങ്കര ആശ്വാസമായി. ഇപ്പം പിന്നെ ഈ മരുന്നുകളും കൂടെ കുറഞ്ഞപ്പോഴേക്കും വയറിൻ്റെ അസ്വസ്ഥതകൾ എല്ലാം കുറഞ്ഞ് 30 ഡേയ്സ് വന്നപ്പോഴേക്കും എത്ര എത്തി. പക്ഷേ 60 ഡേയ്സ് വന്നപ്പോഴേക്കും HbA1c ആണെങ്കിൽ 5.6 വന്നു. ഇപ്പോൾ ഈ യൂറിൻ മൈക്രോ ആൽബുമിനൂറി ഒക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാം കറക്റ്റായി. സോഡിയം പൊട്ടാസ്യം ബാലൻസും ഒക്കെ കറക്റ്റ് ചെയ്തു. പക്ഷേ 90 ഡേയ്സ് വന്നപ്പോഴേക്കും ആൾ കുറച്ചുകൂടി ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അതായത് നമുക്കെല്ലാ സുഖമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഉഴപ്പാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ വരും. അപ്പം ഇതിപ്പം കുളിക്കാൻ പോലും പറ്റാതിരുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ നോക്കാൻ പറ്റാതിരുന്നത്. പിന്നെ വെയിറ്റും ആക്ച്വലി ഇദ്ദേഹത്തിന് ഒത്തിരി ഓവർ വെയിറ്റും ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ഹൈറ്റ് ആണെങ്കിൽ 165 സെൻറ്റിമീറ്ററേ ഉള്ളൂ, 75 കിലോ ഉണ്ടായിരുന്നു, 74.9. അപ്പം അത് കുറയുന്നത് ആദ്യം നല്ല ഒരു മാസം കൊണ്ട് തന്നെ 75-ന്ന് 69 വന്നതാണ്. പക്ഷേ 2-ാം മാസം വന്നപ്പോഴേക്കും ഉഴപ്പി 69-ന്ന് 68 ആയിട്ടുള്ളൂ. 3-ാമത്തെ വന്നപ്പോഴേക്കും 66 വന്നിട്ടുള്ളൂ, 3-ാം തേർഡ് വന്ന്. അപ്പം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് 165 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ശരിക്കും ഐഡിയലി ഒരു ഈ ഹാർട്ടിൻ്റെ ഇത്രയും പ്രോബ്ലം ഉള്ള ഒരാൾക്ക് 55 കിലോയൊക്കെ പാടുള്ളൂ. കാരണം ഈ എക്സസ് ഉള്ളത് മുഴുവൻ കൊഴുപ്പാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് നോക്കുവാണെങ്കിലും അദ്ദേഹം വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിൽ നിന്ന് ആക്ച്വലി 65 വയസ്സ് നമ്മൾ വരുമ്പം നോക്കുമ്പോൾ 68, ബോഡി ഏജ് കൂടുതലാണ്. അപ്പോൾ അത് 58-ലേക്ക് കുറയ്ക്കാനും പറ്റിയെന്നുള്ളത്. ഈവൻ ദോ അത്ര കറക്റ്റായിട്ടൊന്നും നോക്കിയില്ല, 65 കിലോ വരെ എത്തി. അതായത് 75-ന്ന് ഒരു 3 മാസം കൊണ്ട് 65 കിലോ വന്നു. അദ്ദേഹം ശരിക്കും ഇനി 60 താഴെ വരണം. അപ്പം അങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചും കൂടെ. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് കുറയുന്നതൊക്കെ, അപ്പം കുറച്ചുകൂടെ ബിസിനസ്സൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ബിസിനസ്സാണ്? കേറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന ആൾ ഇപ്പം നമ്മൾ ഫിസിക്കലി ആക്റ്റീവായി, അപ്പം കുറച്ച് ഫുഡൊക്കെ നോക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഈ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക്, ഇത്രയധികം മരുന്നുകളും കഴിച്ചിരുന്ന ഒരാൾക്ക്, അപ്പം ഡെയിലി ഇൻസുലിൻ ഇഞ്ചക്ഷനും വേറെ 12 ഗുളികകളും കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് 3 മാസം കൊണ്ടല്ല, ആക്ച്വലി 1 മാസം കൊണ്ട് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി. സ്റ്റേബിളായിട്ട് പോകാൻ പറ്റി. അവനവൻ്റെ പ്രൊഫഷൻ റീഗെയിൻ ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ നല്ല കുറച്ചൊരു ആശ്വാസം കിട്ടുമ്പോഴേക്കും ആൾക്കാർക്ക് നമുക്ക് ഉഴപ്പാനുള്ളൊരു ടെൻഡൻസി വരും. അതാണ് നമ്മളിതിനകത്ത് കാണുന്നത്. അപ്പം ബേസിക്കലി ഇതിലെന്താണെന്ന് വെച്ചാൽ 3 മാസമാണ് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം 3 മാസം ആകുമ്പോഴേക്കും നമ്മൾ ബേസിക് കറക്ഷൻ ചെയ്യും. പിന്നെ നമ്മൾ ഈ സപ്പോർട്ടുകളൊക്കെ കുറച്ച് അടുത്ത 6 മാസം കൊണ്ട് കംപ്ലീറ്റ് കുറച്ചുകൊണ്ടുവരണം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ശരിക്കും 75 എന്നുള്ളത് 60, ശരിക്കും വേണമെങ്കിൽ നന്നായിട്ട് നോക്കുന്ന ഒരാൾക്കാണ് വെയിറ്റ് 60-ലേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ HbA1c ഒന്ന് ഇച്ചിരി കുറഞ്ഞു വന്നിട്ട് 5 വന്നിട്ട് പിന്നെ 6 പോയിൻറ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരരുത്. അതുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കി കൺട്രോൾ ചെയ്യണം, കൊണ്ട് പോകണം. വെയിറ്റ് പ്രത്യേകിച്ച് നമ്മൾ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് നിർത്തണം. അതാണ് ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങളാണ്, മെറ്റബോളിക് ഡിസോർഡറാണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതിനെല്ലാമാണ് ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയധികം മരുന്ന് ഇൻസുലിനും ഉള്ളത് 1 മാസം കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റിയെങ്കിൽ, അതുപോലെ അതിൽ നിന്ന് മരുന്നില്ലാതെ മച്ച് ബെറ്റർ ഹെൽത്തിലേക്ക് വരാൻ പറ്റും. അതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പലർക്കും അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ മോഡേൺ മെഡിസിനിലെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിക്കൊണ്ട്, അതായത് നമ്മുടെ സിംറ്റമാറ്റിക് റിലീഫ് മാത്രമല്ല നോക്കുന്നത്, ബ്ലഡ് പാരാമീറ്റേഴ്സും നോക്കും, ബോഡി പാരാമീറ്റേഴ്സും നോക്കും. ഇതിലും കൂടെ റിലീഫ് വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇനി ഇല്ല, നമുക്ക് റിലീഫ് ഉണ്ടെങ്കിൽ പോലും ഈ പാരാമീറ്റേഴ്സ് തെറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കി അവർ പേഷ്യൻസിന് വാണിംഗ് ആണല്ലോ, അവനവന് തന്നെ റിസൾട്ട് കാണുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവനവന് തന്നെ അത് കോൺഷ്യസ് ആവണം. നമ്മൾ തെറ്റിക്കുന്നു, ലൈഫ് സ്റ്റൈൽ തെറ്റിയ പ്രശ്നങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ പറയാം. ഇതൊരു ലേഡിയാണ്, 55 വയസ്സുണ്ട്, 155 സെൻറ്റിമീറ്റർ പൊക്കം, 57 കിലോ ആണ് വെയിറ്റ്. അത്ര ഓവർ വെയിറ്റ് ഒന്നും ഇല്ല ആക്ച്വലി. ഇവർക്ക് ഡയബറ്റീസ് ഉണ്ട് 10 വർഷമായിട്ട്, കൊളസ്ട്രോളും പ്രശ്നങ്ങളും ഉണ്ട്, ഹൈ പ്രഷറുണ്ട്, കാലിന് വേദനയുണ്ട്, പിന്നെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്.
അപ്പം നെഞ്ചുവേദനയാണ് സ്റ്റൊമക് പെയിനും ആയിട്ട് ഓൾറെഡി അവർ നെഞ്ചുവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്നു. ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റ് ചെയ്ത് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് വരാൻ വരുന്നത്. അപ്പോൾ അവർ ഒന്നിനും മരുന്നെടുക്കുന്നത്, ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും എടുക്കാനും ഇഷ്ടമില്ലാത്ത ആളാണ്. മരുന്നുകളൊന്നും എടുത്തിട്ടില്ല, മരുന്നുകൾ എടുക്കാനും ഇഷ്ടമില്ല. അപ്പം അത് അവരുടെ വേറൊരു റിലേറ്റീവ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് അറിയാവുന്നതിൻ്റെ പേരിലാണ് ഇവിടെ വരാൻ കാരണം. അപ്പം ആക്ച്വലി അവർ വരുമ്പോൾ അവരിന് പെയിനാണ്, വേദനയുണ്ട്. ശരിക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ തന്നെ അവർ വയറിൻ്റെ വേദനയാണോ അസിഡിറ്റിയുടെ കൊണ്ടുള്ളതാണോ അതോ ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനാണോ എന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർക്ക് വെരി ക്ലിയറാണ്, അവർക്ക് ബൈപ്പാസ് വേണ്ട, ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല. ആൻജിയോഗ്രാം ബൈപ്പാസ് എന്നല്ല, ഇവൻ ആൻജിയോഗ്രാം തന്നെ ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പം എന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒട്ടും ഷുഗറൊന്നും കൺട്രോളല്ല. HbA1c 9 ആണ്, വൈറ്റമിൻ ഡി വെരി കുറവാണ്, 9 ഉള്ളൂ. ആക്ച്വലി 30 മുകളിൽ നിൽക്കേണ്ടതാണ്. ബ്ലഡ് ഷുഗർ 309 ഇൻസുലിൻ ലെവലും സി പെപ്റ്റൈഡ് നോർമലാണ്. ദറ്റ് മീൻസ് ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ്. അപ്പം ഒരു ട്രോപ്പോണിൻ ലെവലാണെങ്കിൽ 7000 ആണ് നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ തുടങ്ങുമ്പം അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 7000 ഉണ്ട്. അപ്പം അന്ന് നമുക്ക് യൂഷ്വലി നമ്മൾ ഒരു ദിവസം ടെസ്റ്റുകൾ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പം ഈ ടെസ്റ്റിനെടുക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല അത് വയറിൻ്റെ വേദനയാണോ ഹാർട്ടിൻ്റെ പെയിനാണോ എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരെന്തെങ്കിലും വേദനയ്ക്ക് കുറയ്ക്കാൻ വേദനയ്ക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പം നമ്മൾ ഈ വയറിന് വേണ്ടിയിട്ടുള്ള, അതായത് അസിഡിറ്റിയും അത് മാറാൻ വേണ്ടിയിട്ടുള്ള മരുന്നും കൊടുത്തു. പിന്നെ ഈ സോബിട്രേറ്റ് പോലെയുള്ള ഈ നാക്കിനടിയിലിടുന്ന പോലെയുള്ള ടാബ്ലറ്റും കൊടുത്തു. ഇനി പിറ്റേ ദിവസം വന്നപ്പോഴേക്കും അവരുടെ പെയിൻ എല്ലാം കുറഞ്ഞു. അപ്പോഴേക്കും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റേ HbA1c ട്രോപ്പോണിൻ ലെവലൊക്കെ ഒത്തിരി ഹൈ ആണ്. HSCRP വെരി ഹൈ ആണ്. അത്രയും സാധാരണ ഹാർട്ട് പേഷ്യൻസ് HSCRP 270 ആണ് കാണിക്കുന്നത്. ESR ഹൈ ആണ്. മൊത്തത്തിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഹൈ ആണ്. അതുപോലെ ലിവറിന് ഫാറ്റി ലിവർ പാരാമീറ്റേഴ്സ് SGOT SGPT ഒക്കെ കൂടിയിരിക്കുക. ഈവൻ ബിലിറൂബിൻ പോലും കൂടുതലുണ്ട്. യൂറിനിലും ഷുഗറുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും കൂടെ കാണിക്കുന്നു. മരുന്നൊന്നും ഇല്ലാത്ത പേഷ്യൻറ്റുമാണ്. ആക്ച്വലി ഇവർ ഓവർ വെയ്റ്റും അല്ല, അത്ര ഓവർ വെയ്റ്റ് എന്ന് പറയാനില്ല. 156 സെൻറ്റിമീറ്റർ 6 kg ഉള്ളൂ. അപ്പം നോർമൽ വെയിറ്റേ ഉള്ളൂ, അപ്പർ നോർമൽ ആണെന്ന് മാത്രം. അപ്പം ഈ സെക്കൻഡ്, അതായത് നമ്മൾ ട്രോപ്പോണിൻ 7000 ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് 8ാം ദിവസം വന്നപ്പോഴേക്കും അവർ ടോട്ടലി ആക്ച്വലി ഈ സോർബിട്രേറ്റും എടുത്ത് മറ്റേ അസിഡിറ്റിയുടെ മരുന്നും കഴിച്ചപ്പോൾ തന്നെ വയറുവേദനയൊക്കെ പോയി പിറ്റേ ദിവസം കംഫർട്ടബിളായിട്ട് വന്നു. 8ാം ദിവസം വരുമ്പോഴേക്കും ട്രോപ്പോണിൻ ലെവൽ 1075 കുറഞ്ഞു. HbA1c 9 ആയിരുന്നത് 8.6 വന്നു. ബ്ലഡ് ഷുഗർ നോർമലായി, അത് സെക്കൻഡ് ഡേ തന്നെ നോർമലായി. നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ്. അത് നമ്മൾ യൂഷ്വലി ഓവർ ദ ഡിജിറ്റലായിട്ട് എല്ലാം ഡെയിലി ഫോളോ അപ്പ് എന്ന് പറഞ്ഞ പോലെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇതൊക്കെ ഇൻറ്റൻസീവ് കെയർ വേണ്ടേ, അതായത് നമ്മൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ട നമ്മൾ കൺവെൻഷനലി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്ത് കിടത്തി സ്റ്റെൻറ്റും ബൈപ്പാസും ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ വീട്ടിലാണേലും ഇത്തരം പേഷ്യൻസ് പ്രത്യേകിച്ച് ട്രോപ്പോണിനെ കൂടുതലും കംപ്ലീറ്റ് റെസ്റ്റ്, ഫുഡ് കൺട്രോള്, അങ്ങനെ കിടക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡെയിലി എന്നുള്ളതുപോലെ അവിടെ മോണിറ്ററും കൂടെ ചെയ്തുകൊണ്ടാണിരുന്നത്. 15th ഡേ ആയി വന്നപ്പോഴേക്കും ട്രോപ്പോണിൻ നോർമലായെന്നുള്ളതാണ്. ട്രോപ്പോണിനാണ് കാർഡിയാക് ഡാമേജിൻ്റെ ഇത് കാണിക്കുന്നത്. HbA1c ആണെങ്കിലും വീണ്ടും കുറഞ്ഞു, 8.4 വന്നു. എല്ലാ പാരാമീറ്റേഴ്സും കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആക്ച്വലി അവർ ഡേ 90 പിന്നെ ഉള്ളത് നമ്മൾ 15th കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ആയിട്ടും 30, 60, 90 അങ്ങനെയാണ് ഫോളോ അപ്പ് വരുന്നത്. അപ്പം ഡേ 60 ആയപ്പോഴേക്കും മരുന്നൊന്നും ഇല്ലാതെയാണ് HbA1c 6.5 വന്നു. ഡേ 90 ആയപ്പോഴേക്കും 6.1 എത്തി. അപ്പോഴേക്കും അവരുടെ വെയിറ്റ് ആണെങ്കിലും കുറഞ്ഞു വന്നു. അവർ ഒത്തിരി കുറയാനില്ല, ആക്ച്വലി ഷീ ഈസ് നോട്ട് ഓവർ വെയ്റ്റ്. അപ്പോൾ ഒരു 55-ന്ന് 55.7 ആയിരുന്നു, അത് 53.4. അപ്പം വെയിറ്റ് ഓവറായിട്ടുള്ളവരെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. പക്ഷേ അവരുടെ ബോഡിയിലെ കൊഴുപ്പാണ് നമ്മൾ കുറയ്ക്കാൻ നോക്കുന്നത്. നമ്മൾ എക്സസൈസും കുറച്ച് ഡയബറ്റിക് പേഷ്യൻ്റ് പ്രത്യേകിച്ച് കിഡ്നിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നോൺ വെജ് ഐറ്റംസും പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡാണ് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ മസ്കുലറായി വെയിറ്റ് ഒന്നും കാര്യമായിട്ട് 2 കിലോയെ കുറഞ്ഞിട്ടുള്ളെങ്കിലും അവരുടെ കൊഴുപ്പിൻ്റെ അളവ് 36.5-ന്ന് 31 കുറഞ്ഞു.
ശരിക്കും ഐഡിയലി ലേഡീസിന് ഒരു 25ഒക്കെയാണ് ഫാറ്റിൻ്റെ അളവ് വരേണ്ടത്. അറ്റ്ലീസ്റ്റ് ഇത്രയും പ്രായമുള്ള ആളാണല്ലോ, ഒരു 30 അറൗണ്ട് വന്നാൽ തന്നെ ഓക്കെ ആയിട്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മരുന്നൊന്നും ഇല്ലാതെ തന്നെ ഡയബറ്റീസും പ്രഷറും എല്ലാം കുറഞ്ഞു വരും എന്നുള്ളതാണ്. നമുക്ക് ഈ പാരാമീറ്റേഴ്സും കൂടെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ അവർക്ക് തൈറോയിഡിൻ്റെ ഉണ്ടായിരുന്നു, അതാണേലും മരുന്നൊന്നും സ്റ്റാർട്ട് ചെയ്യാതെ അത് കറക്റ്റായി. പിന്നെ TPO മാത്രം, അതായത് ഒരു ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് മാത്രം കുറച്ചും കൂടെ ഒരു മിനിമൽ കറക്ഷൻസും കൂടെ ഉള്ളൂ ഇനി വരാനുള്ളത്. അതിന് നെക്സ്റ്റ് 3 months കൊണ്ട് നമ്മൾ ഈ സപ്പോർട്ടൊക്കെ കുറച്ചുകൊണ്ട് വരും. വെയിറ്റും ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റ് ആവുന്നതോടുകൂടി ഫുഡ് കൺട്രോൾ ആണെങ്കിലും അവർക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് കൂടുതലായിട്ട് തിരിച്ചു പോകാം. പിന്നെ വെയിറ്റ് കൂടാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് കൂടാതെ നോക്കണം, ഷുഗർ ഇപ്പോൾ ഡയബറ്റിക്കും കൂടെ ആയതുകൊണ്ട് ഷുഗർ കൂടാതെ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പം മരുന്നില്ലാതെ തന്നെ നമ്മൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, അത് പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പം മരുന്നില്ലാതെ നമ്മൾ യൂഷ്വലി ഇത്രയും ഹാർട്ട് പേഷ്യൻസും കൂടെ ആകുമ്പോൾ ഇവർ ഓപ്പറേഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ലൈഫ് ലോങ് ഇൻസുലിനും, ഇപ്പം ഒരു സ്റ്റെൻറ്റ് വല്ലതും ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പേഷ്യൻസിന് ഓൾറെഡി വയറിന് പ്രശ്നമുള്ള ആളാണ്. അപ്പം ആസ്പിരിനും ബ്രോബഡോഗറിലും ഒക്കെ കഴിക്കാൻ പലർക്കും പറ്റാതെ വരും. അപ്പം കഴിച്ചില്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ക്ലോട്ട് വന്നിട്ട് അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനും ഒക്കെയുള്ള സാധ്യതയും വരും. അതാണ് നമ്മൾ ഒരു ഇതിലേക്ക് നമ്മൾ ബേസിക്കലി മെഡിസിൻസ് എടുത്ത് സപ്പോർട്ട് എടുത്ത് കറക്റ്റ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് മരുന്നില്ലാതെ ഹാർട്ടിൻ്റെ തന്നെ വേണം. ബേസിക്കലി ഇത് ഫുഡും എക്സസൈസുമാണ് ഇതിൻ്റെ കാരണം. അപ്പം റൂട്ട് കോസ്, നമ്മുടെ അടിസ്ഥാന കാരണം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് കൂടെ പറയാം. ഇപ്പം ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ. അപ്പം ആദ്യത്തെ പേഷ്യൻറ്റ് കുറേ അധികം മരുന്നുണ്ടായിരുന്നു, മറ്റേ ആളുടെ ഡയബറ്റീസും എല്ലാ അസുഖം കൊണ്ട് മരുന്നില്ല. ഇത് ആണെങ്കിൽ ദിസ് എ ലേഡി, 55 year old ആണ്. അവരുടെ 55 year old, 156 centimeter, അവർക്ക് 63 kilo ആണ് അവരുടെ വെയിറ്റ്. അപ്പം ഇവർക്ക് 3 വർഷമായിട്ട് ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഇപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം 3 വർഷമായിട്ട് അവർ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2021 അവർക്ക് അറ്റാക്ക് പോലെ വന്നിട്ട് അവർ സ്റ്റെൻറ്റ് ഇട്ടു. അറ്റാക്ക് പോലെ വന്നിട്ട് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. 21 7th month ജൂലൈ 21 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പ്രോബ്ലംസ് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് വീണ്ടും ആൻജിയോഗ്രാം ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ട്, ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. മെയ് മാസം, അതായത് ലാസ്റ്റ് ഇയറിൽ 5/23 ലാസ്റ്റ് ഇയർ 23 ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നിട്ട് മെയ്യിൽ ബൈപ്പാസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റെൻറ്റ് ഇടേണ്ട വന്നു എന്നാണ് ജൂലൈയിൽ. അതായത് മെയ്യിൽ ഇത് ബൈപ്പാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ വീണ്ടും ബുദ്ധിമുട്ട് വന്നു, വീണ്ടും പോയി സ്റ്റെൻറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും November 23 11/23 ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, വീണ്ടും ബുദ്ധിമുട്ട് വന്നിട്ടാണ്. ഇനിയിപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടെ ബൈപ്പാസ് ചെയ്യണമെന്നാണ്. അപ്പം ആ കണ്ടീഷനിലാണ് ഈ ലേഡി ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കുമ്പം ട്രിപ്പോണിൻ ഒന്നും നോർമൽ തന്നെയാണ്. ട്രിപ്പോണിൻ മറ്റേ ലേഡി പോലെ ട്രിപ്പോണിൻ കൂടി ഒരു കാർഡിയാക് ഒരു നമ്മൾ യൂഷ്വലി സ്കാനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു എക്കോ കാർഡിയോഗ്രാം നോക്കും. അബ്ഡോമിനൽ ഫാറ്റി ലിവറും ലിവർ കിഡ്നി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ നമ്മൾ CIMT എന്ന് പറയും, അതായത് രക്തക്കൊഴലുകളുടെ അടിയിൽ എത്ര കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്, അതായത് വാസ്കുലർ ഏജിങ് അറിയാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് നമ്മൾ സ്കാനിങ് ആയിട്ട് നോക്കുന്നത്. പിന്നെ ബ്ലഡ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവരുടേത് വലിയ കാർഡിയാക് മാർക്കേഴ്സ് ഒന്നും ഒത്തിരി കൂടെയില്ല, പക്ഷേ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. GFR കുറവാണ്, ഇൻസുലിൻ കൂടുതലാണ്. അവർ ഡയബറ്റിക് ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ HbA1c 6 ഉണ്ട്, പ്രീ ഡയബറ്റിക് ആണ്. അതുപോലെ ഇൻസുലിൻ ലെവൽ വെരി ഹൈ ആണ്, 115 ഉണ്ട്. ശരിക്കും അവരുടെ ഷുഗർ ലെവൽ 95 ഉള്ളൂ. ഷുഗർ ലെവൽ 95 ആയിരിക്കുമ്പം സാധാരണഗതിയിൽ ഇൻസുലിൻ ലെവൽ ഒരു 4 or 5 ഒക്കെ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവർ ഈ ഷുഗർ ഇത്രയും കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഇൻസുലിൻ ഒത്തിരി കൂടുതലാണ്. അപ്പം ഈ ഇൻസുലിൻ തന്നെ, അപ്പോൾ അതായത് പ്രീ ഡയബറ്റിക് ആയി ഇൻസുലിൻ ലെവൽ കൂടുന്നതായിരിക്കണം ഇവർക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് ഇവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രീ ഡയബറ്റിസ്, ഇപ്പം ഡയബറ്റിസ് ഉണ്ടാകണമെന്ന് തന്നെ നിർബന്ധമില്ല, അല്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്കിലേക്ക് വരാം. ഈ ഇൻസുലിൻ കൂടുന്നത് നമ്മുടെ രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്യും. അതായിരിക്കണം. ജസ്റ്റ് ഇമാജിൻ, ഒരു 3 വർഷത്തിനുള്ളിൽ 21 സ്റ്റെൻറ്റ് ഇട്ടു, പിന്നെ
പിന്നെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. 23-ൽ 2 പ്രാവശ്യം ഒന്ന് ബൈപ്പാസ് ചെയ്തു, പിന്നെ ഒന്ന് സ്റ്റെൻറ്റ് ഇട്ടു, പിന്നെ ഒരു ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇനി റിപ്പീറ്റായിട്ട് ബൈപ്പാസും കൂടെ ചെയ്യണം. ആക്ച്വലി ഇവിടെ ഡിസംബറിലാണ് വരുന്നത്. ഡിസംബർ 11-നാണ് തുടങ്ങുന്നത്. അപ്പം ബേസിക്കലി പിന്നെ കുറച്ച് ഇതൊക്കെ ആണെങ്കിലും കുറേ ഇവിടെ മരുന്നുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇവർക്കും കുറേ അധികം മരുന്നുകളുണ്ട്. എക്കോസ്പ്രിൻ ഉണ്ട്, ബ്രിലിൻ്റെ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ അസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പിന്നെ എൻജൈനയ്ക്ക് വേണ്ടിയിട്ട് 3 മരുന്നുണ്ട്. GTN, സോബിട്രേറ്റ്, കൊറാഡാൻഡിൽ, ട്രൈഡോൺ, ഇതൊക്കെ 2 നേരം വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് മെറ്റാകാർഡ് എന്ന് പറഞ്ഞ ഗുളികയുണ്ട്, അത് 2 നേരമുണ്ട്. ലാസിക്സ് 2 നേരമുണ്ട്, അതായത് ബ്ലഡ് ഈ BP-ക്കും നീര് കെട്ടാതിരിക്കാനും ഒക്കെയാണ്. പിന്നെ ആൾഡാക്ടോൺ എന്ന് പറഞ്ഞ് വേറൊരു ഗുളിക, ഇതെല്ലാം BP-ക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. 3 തരം ഗുളിക BP-ക്ക് വേണ്ടിയിട്ട്, 3 തരം ഹാർട്ടിന് വേണ്ടിയിട്ട് തന്നെ. പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് 40 മില്ലിഗ്രാം റോസുവാസ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ട്. തൈറോയിഡിന് വേണ്ടിയിട്ട് മരുന്നുണ്ട്. പിന്നെ വയറിന്, ഇതിൻ്റെ എല്ലാം പ്രശ്നം കൊണ്ട് വയറിന് അസ്വസ്ഥത വരാതിരിക്കാനായിട്ട് ഒരു ഡോംപെറിഡോം പ്ലസ് എസ്മോപ്രസോൾ എന്നുള്ള 2 ഗുളികയും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പം ഇത്രയും മരുന്നുകളും കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യൻ്റാണ്. 8th ഡേ ആയപ്പോഴേക്കും അവർ വന്നപ്പോഴേക്കും അവരുടെ മരുന്നുകളെല്ലാം തന്നെ പകുതി കുറയ്ക്കാൻ പറ്റി. അപ്പം നമ്മൾ ഇപ്പം ഡയബറ്റീസ് ഒന്നും ഇല്ല, ഹാർട്ടിൻ്റെ ആണല്ലോ. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ BP-യുടെയും ഹാർട്ടിൻ്റെ മരുന്നുകളും BP കുറയ്ക്കുന്ന. അപ്പം നമ്മുടെ ബോഡി കറക്റ്റ് ആകുന്നതനുസരിച്ച് മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ക്ഷീണവും തലകറക്കവും ഒക്കെ വരാം. അതാണ് ഒരു സൂക്ഷിക്കേണ്ട കാര്യം. അത് നമ്മൾ ഡെയിലി തന്നെ നോക്കി BP നോർമലാണെങ്കിൽ BP-യുടെ മരുന്ന് കുറച്ചുകൊണ്ട് വരും. അപ്പം ഇവരുടെ ആക്ച്വലി നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പോൾ കൊളസ്ട്രോൾ നോർമൽ, അപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് നമ്മൾ കുറച്ചു. പക്ഷെ ട്രൈഗ്ലിസറൈഡ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 8th ഡേ ആയപ്പോഴേക്കും അവർക്ക് നല്ല ഒത്തിരി കൂടുതലായിരുന്നാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു വന്നു. അപ്പം പിന്നെ നമ്മൾ BP കൊളസ്ട്രോൾ നോർമൽ തന്നെയായിരുന്നു, മരുന്ന് കുറച്ചിട്ടും കൊളസ്ട്രോൾ നോർമലാണ്, അത് കുറച്ചുകൊണ്ട് വന്നു. അപ്പം ആക്ച്വലി ഇപ്പോൾ 15th ഡേ ആയിട്ടുള്ളൂ, ഇവർക്ക് 30 days ആയിട്ടില്ല. 15th ഡേ ആയപ്പോഴേക്കും തന്നെ ലാസ്റ്റ് വരുമ്പോൾ ഇനി ഇവരുടെ കണ്ടീഷനിൽ ഈ ബ്രിലിൻ്റെയും ഈ ബ്ലഡ് തിന്നേഴ്സ് ഉണ്ടല്ലോ, ബ്രിലിൻ്റെ അതുപോലെ ആസ്പിരിൻ, എക്കോസ്പിരിൻ, പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരാതിരിക്കാനായിട്ട് കഴിക്കുന്ന നെക്സ്പ്രോ എന്ന് പറഞ്ഞ് ഒരു ഗുളികയുണ്ട്. അത് 3 നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നത് സ്റ്റെൻറ്റ് ഇട്ടിരുന്ന മെയ്യിലാണെന്ന് തോന്നുന്നു, മെയ്യിലോ ജൂലൈയിലോ എന്താണ്, അത് വരെ അവർ ആ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. ബൈപ്പാസാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറയ്ക്കാം, കാരണം അവിടെ സ്റ്റെൻറ്റ് ഒന്നും കിടക്കുന്നില്ലല്ലോ, ആ മരുന്നും കഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഈ ജൂലൈ 24 വരെ അവരോട് ഈ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറച്ചുകൊണ്ട് വന്ന് അത് നിർത്താവുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പം ആകെ ലാസ്റ്റ് വരുമ്പോൾ അവർ മെറ്റാകാർഡ്, അവർ 2 നേരം മെറ്റാകാർഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഹാഫ് വെച്ച് 2 നേരം കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹാഫ് രാവിലെ മാത്രമേ ഉള്ളൂ. തൈറോയിഡിൻ്റെ മരുന്നും കുറച്ചുകൊണ്ട് വരാം. ഇപ്പോൾ അവരുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ നമ്മൾ കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇനിയിപ്പോൾ ഒരാഴ്ചയും ഒന്നിടവിട്ടാക്കി ഇനിയിപ്പം നിർത്താനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 30 days വരുമ്പോൾ നമ്മൾ വീണ്ടും തൈറോയ്ഡ് ഫംഗ്ഷനും ഈ കാര്യങ്ങളും എല്ലാം നോക്കി റോസുവാസ്റ്റാറ്റിൻ ആണെങ്കിൽ ഇനിയിപ്പം 5 മില്ലിഗ്രാം ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് നോക്കിയിട്ടായിരിക്കും നിർത്തുന്നത്. എല്ലാം നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ നോക്കാം. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പം നമ്മൾ പേഷ്യൻ്റ് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടണം, 2 ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ആകണം, 3 ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റ് ആകണം. അപ്പോൾ ഇവർ 61 കിലോ ഉണ്ടായിരുന്ന 15th ഡേ വന്നപ്പോഴേക്കും അവർ 58 kg കുറയ്ക്കാനും പറ്റിയിട്ടുണ്ട്. HbA1c ആണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 6 ഉണ്ടായിരുന്നത് HbA1c 5.7 15th ഡേ ആയപ്പോഴേക്കും കുറഞ്ഞു. അങ്ങനെ ഓരോ അതുപോലെ കൊളസ്ട്രോൾ ആണെങ്കിലും മരുന്ന് കുറച്ചിട്ടും കൊളസ്ട്രോൾ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ 373 ഉണ്ടായിരുന്നത് മരുന്ന് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്നിട്ടും കൊളസ്ട്രോൾ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. അത് 109 ഉള്ളൂ, അതിന് മുമ്പുള്ളതിലും കുറവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പം ഹൈ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പം കൊളസ്ട്രോൾ ലെവല് 114 ഉണ്ടായിരുന്നത് ഇപ്പം 109 ഉള്ളൂ. ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും 243 കുറഞ്ഞു.
ഇനി HDL ഇപ്പോഴും കുറഞ്ഞു നിൽക്കുകയാണ്. അത് HDL കൂടി വരാൻ ഇച്ചിരി കൂടി സമയമെടുക്കും. പിന്നെ ഇൻഫ്ലമേറ്ററി ലെവലും ESR ഒക്കെ കൂടുതലുണ്ടായിരുന്നു. അത് 95 ഉള്ളത് 15th ഡേ ആയപ്പോഴേക്കും 80ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സ് നമ്മൾ ബേസിക്കലി ഹാർട്ടിൻ്റെ എന്ത് പ്രോബ്ലം ഉള്ളപ്പോഴും ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സ് അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇത് കാണിക്കുന്നത്. പിന്നെ കാർഡിയാക് മാർക്കേഴ്സ്, ഹാർട്ടിൻ്റെ പേഷ്യൻസിന് കാർഡിയാക് മാർക്കേഴ്സ് ഡയബറ്റീസ് ആണ്, ഡയബറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള HbA1c അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മരുന്നുകൾ ഇപ്പം അല്ലെങ്കിൽ അവർ ഒരു ബൈപ്പാസും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പം വിതിൻ 15 days അവരുടെ മരുന്നുകളും കൂടെ മാറാൻ പറ്റി പേഷ്യൻ്റ് വെരി ആക്റ്റീവായി വെരി ഹാപ്പിയായി എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടുന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയുമുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.